ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. 3 ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെയധികം എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ശർക്കര പാവ് കാച്ചിയെടുക്കാം. കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാതെ ഞാനിവിടെ പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വെക്കാം. വേറൊരു പാൻ ചൂടായിട്ട് വരുമ്പോൾ 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പാവ് കാച്ചി വെച്ച ശർക്കര അതിലേക്ക് നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കട്ട പോലും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പീസ് ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു കത്തി എടുത്ത് അതിൻ്റെ മറു സൈഡ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുക്കായിട്ട് ഒരു കടല വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത്. ഇതെല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.